ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ സരയു മനുവിൻ്റെ ചൂടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ സേനനെയും അതുപോലെ തന്നെ കിരണിനെയും ഒക്കെ സരയു നല്ലതുപോലെ തന്നെ കുറ്റമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവളിതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ ശാരിയാണെങ്കിലോ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് കിരണിൻ്റെ ആ ഒരു വണ്ടി വന്ന് അവിടെ നിൽക്കുന്നത്. കിരണിനെ കണ്ട പാടെ തന്നെ ദൈവമേ, ഇവനിനി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് ശാരി പേടിച്ച് പറച്ച് നിൽക്കുകയാണ്. കിരണാണെങ്കിലോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ശാരിയുടെ അടുത്തേക്ക് വന്നു. ശാരിയോട് പറഞ്ഞു, അതെ ശാരി ആൻറ്റി, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ശാരി വിശേഷങ്ങളൊക്കെ തിരക്കാണ്. അപ്പം ഈ സമയത്ത് നമ്മുടെ കിരൺ പറഞ്ഞു, നിങ്ങൾ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊല്ലാക്കൊല ചെയ്തില്ലേ, ആ സ്ത്രീ ഞങ്ങളുടെ താരാൻറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവർക്ക് ബോധം തെളിഞ്ഞു. ഞാൻ ആ CCTV ഫുട്ടേജൊക്കെ കാണിച്ചു. എന്തായാലും അവർ നടന്ന കാര്യങ്ങൾ മുഴുവനും സമ്മതിച്ചു തന്നിട്ടുണ്ട്. ആൻറ്റി, നിങ്ങൾക്ക് എങ്ങനെ ആൻറ്റി ഇത്രയും ക്രൂരതയോടുകൂടി ആ മിണ്ടാപ്രാണിയോട് പെരുമാറാൻ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശാരിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ശാരിയാണെങ്കിലോ, മോനെ എനിക്ക് പറ്റിപ്പോയതാണ്, അവൾക്ക് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് അവൾ പോകുമെന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല, ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്താണെങ്കിലോ നമ്മുടെ കിരൺ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പറയുകയാണ്. അതെ, എൻ്റെ ഭാര്യ ഇന്ന് ഡൽഹിയിൽ നിന്ന് മടങ്ങി എത്തുന്നുണ്ട്. അവൾക്ക് നാട്ടിൽ വമ്പനൊരു സ്വീകരണം തന്നെയാണ് കൊടുക്കുന്നത്. എന്തായാലും ആൻറ്റി, ആ കാഴ്ച കാണാനായിട്ട് നിങ്ങൾ വന്നേക്ക്. ആ സ്വീകരണം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ അയലത്തെ വീട്ടിലേക്കായിരിക്കും വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കിരൺ നമ്മളെ ശാരിയോട് ദേഷ്യത്തിൽ സംസാരിച്ച് അപ്പം അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ സരയും അങ്ങോട്ട് വരികയാണ്. എടാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിനക്ക് എന്ത് കാര്യം എൻ്റെ വീട്ടിൽ വരാനായിട്ട്? നിന്റെ അച്ഛനും നിന്റെ ഗുണ്ടകളും ഒക്കെ ചേർന്നിട്ടല്ലേ എൻ്റെ മനുവേട്ടനെ അടിച്ച് ഇഞ്ച പരുവാക്കി കിടത്തിയിരിക്കുന്നത്? അതേടി, ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. നിന്റെ ഭർത്താവിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് അവൻ ഇന്ന് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. പിന്നെ മോളെ, നീ എന്തറിഞ്ഞിട്ടാണ് ഈ തിളയ്ക്കുന്നത്? നീയേ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്തായാലും നിന്റെ അമ്മ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഈ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് സരയുവിന് ശരിക്കും ദേഷ്യം വരികയാണ്. സരയു ആണെങ്കിലോ ശാരിയോട് പറഞ്ഞു, നിങ്ങളൊരു അമ്മയാണോ? എൻ്റെ ഭർത്താവിനെ ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുന്ന കിരണിൻ്റെ അടുത്ത് പോയി അവർ സംസാരിക്കുന്നു. പഴയ എൻ്റെ ശാരിയമ്മയാണെങ്കിൽ അവൻ്റെ മുഖത്തടച്ച് 2 അടി വെച്ച് കൊടുത്തേനെയല്ലോ. നിങ്ങൾക്കിത് എന്താ പറ്റിയത്? അച്ഛനും കണക്കാണ്, അമ്മയും കണക്കാണ്. എനിക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സരയു അവളിങ്ങനെ സങ്കടപ്പെട്ട് പറയുമ്പോഴത്തേക്കിനും ശാരിയാണെങ്കിലോ, മോളെ, അതുകൊണ്ടാണ് അമ്മ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് അമേരിക്കയ്ക്ക് പോവാന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കെട്ടിയും കേൾക്കുകയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇവർ സംസാരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മനു അകത്ത് വേദനകളൊക്കെ കടിച്ചമർത്തി അവിടെ അങ്ങനെ കിടക്കുകയാണ്. പിന്നീട് ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കിരൺ വണ്ടി ഓടിച്ചു പോകുന്ന ആ ഒരു കാഴ്ച. തൊട്ടു പറ്റേ തന്നെ കല്യാണി ഇരിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണിയോട് സംസാരിച്ച്, കല്യാണി എങ്ങനെയുണ്ട് ഈ ഒരു സ്വീകരണവും കാര്യങ്ങളും ഒക്കെ? ഞങ്ങൾ അത്രയധികം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെയാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ കിരണേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എയർപോർട്ടിൽ നിന്ന് നേരെ എനിക്ക് പോവേണ്ടത് എൻ്റെ കല്ലുമോനെ കാണാനാണെന്ന്. അത് സാരയില്ലടോ, മഹിളാ സംഘക്കാർ തനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു അവാർഡ് അത് താൻ സ്വീകരിച്ചതിന് ശേഷം അത്രയും സന്തോഷത്തോടു കൂടി താൻ നമ്മുടെ കല്ലുമോൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേരെ ശരിക്കും ഞാൻ മിസ് ചെയ്തു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് വരുമ്പം നമ്മുടെ കിരൺ വണ്ടി നിർത്തുകയാണ്. അതിനുശേഷം അവരവിടെ വെച്ച് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇടപഴകുക. അപ്പോൾ കല്യാണിക്ക് നമ്മുടെ കിരൺ ഒരു ഉമ്മയൊക്കെ കൊടുത്തു. കല്യാണിയാണെങ്കിലോ നാണത്തോടു കൂടി കിരണിനോട് പറഞ്ഞു, കിരണേട്ടാ, ഇത് നടു റോഡാട്ടോ, ഭാര്യയോടുള്ള സ്നേഹമൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതിയെന്ന്. അങ്ങനെ അവർ ആ ഒരു അവാർഡ് നടക്കുന്ന ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. കല്യാണി വളരെയധികം സന്തോഷത്തോടു കൂടി അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത്
അവിടെ നിൽക്കുന്ന ആ ഒരു ആൾക്കാർ. അപ്പം അവിടെ നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട്. ലക്ഷ്മിയമ്മ കാർത്തികയുടെ അടുത്ത് പറഞ്ഞു, മോളെ കല്യാണിക്ക് ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ അത് ഇത്രയധികം ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അവൾക്ക് അവാർഡ് കിട്ടുന്നത് കാണാനായിട്ട്. നമ്മൾ മറഞ്ഞു നിന്നിട്ടാണെങ്കിലും ആ ഒരു കാഴ്ച കണ്ട് സന്തോഷിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഈ വിഷ്വൽസ് മുഴുവനും അത് ഫോണിൽ പകർത്തിയിട്ട് പ്രകാശൻ എന്ന് പറയുന്ന ആ അലവലാതിക്ക് അയച്ചു കൊടുക്കണമെന്ന് കൂടി നമ്മുടെ കാർത്തികയോട് ലക്ഷ്മിയമ്മ പറയാണ്. അപ്പം കാർത്തികയാണെങ്കിലോ അത് തന്നെയാണമ്മേ, പിന്നെ നമ്മളൊരു മണ്ടത്തരം ചെയ്തു, മറ്റൊന്നുമല്ല, ഉദ്ഘാടനം നടന്നില്ലേ കമ്പനിയുടെ, അപ്പം ആ സമയത്ത് അമ്മയെ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് കിരണിന് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് മുൻനിരയിലിരുന്ന് ഈ ഒരു അവാർഡ് നിശ കാണാൻ പറ്റിയേനെ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊന്നും സാരമില്ല മോളെ, അവളുടെ നേട്ടത്തിലും ഈ അമ്മ സന്തോഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ എല്ലാം നല്ല പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി എടുക്കുകയാണ്. അങ്ങനെ ദാ നമ്മുടെ കല്യാണിക്ക് അവരൊക്കെ ബൊക്കയൊക്കെ കൊടുത്ത് സ്വീകരിച്ചു. കല്യാണി സ്റ്റേജിലെത്തി. അപ്പോൾ അവിടെ ആ ഒരു ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലേഡി പറയാണ്, അതെ ഈ കേരളത്തിൽ നിന്നും അതും ഇത്രയും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ഇത്രയും വലിയൊരു സ്ഥാനത്തെത്തിയിരിക്കുന്ന ഒരു വനിതയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ആ കുട്ടിയുടെ ഈ വിജയത്തിന് പിന്നിൽ അവളുടെ ഭർത്താവ് ഉണ്ടാകും. അപ്പം ദാ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കല്യാണി കിരണിനെ ക്ഷണിച്ചു കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ കല്യാണിക്ക് പൊന്നാടയും അതുപോലെ തന്നെ അവാർഡും ഒക്കെ നൽകുകയാണ്. ഇനി ഈ കല്യാണിയുടെ ആ ഒരു വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ വ്യക്തി, അതായത് നമ്മുടെ കിരണിനെയും ആ ഒരു ചടങ്ങിൽ അവരനുമോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെതാ നമ്മുടെ കല്യാണി കിരണിനെ കുറിച്ചിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി രണ്ട് വാക്ക് സംസാരിക്കുകയാണ്. എൻ്റെ കിരണേട്ടൻ, ഈ കിട്ടിയ അവാർഡ് മുഴുവനും ഞാൻ എൻ്റെ കിരണേട്ടനാണ് സമർപ്പിക്കുന്നത്. എന്തായാലും ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമാണ് നല്ല സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളത്. അത് മറ്റാരെക്കാട്ടിലും അധികം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കല്യാണി നമ്മുടെ കിരണിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും കിരണാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കിരണിനെയും ചടങ്ങിൽ അനുമോദിക്കുമ്പോഴത്തേക്കിനും കിരണും പറഞ്ഞു, ഏതൊരു ഭാര്യയുടെയും വിജയത്തിന് പിന്നിൽ ഇതുപോലെ ഭർത്താക്കന്മാർ ചിന്തിച്ചു കഴിഞ്ഞാൽ തങ്ങളെക്കാട്ടിലും താഴെയാണ് അവരുടെ ആ ഒരു ലെവലിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ഭർത്താവ് മുന്നിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ള ആ ഒരു പോസിറ്റീവ് മെസ്സേജ് കൂടി നമ്മുടെ കിരൺ ആ സദസ്സിലുള്ള ആൾക്കാർക്കായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി കിരണിന് കിട്ടിയ ആ ഒരു അവാർഡും കല്യാണിക്ക് കിട്ടിയ ആ ഒരു അവാർഡും ചേർത്ത് പിടിച്ച് തൻ്റെ പ്രിയതമയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കിരണിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും നാളെ മിക്കവാറും നമ്മുടെ പ്രകാശനും മൂങ്ങയും ഒക്കെ ഈ വിശേഷങ്ങളൊക്കെ കണ്ട് കണ്ണ് തള്ളിയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും സരയുൻ്റെ ആ ഒരു പാമ്പ് വക അത് തീർക്കാതെ ഇരിക്കില്ല, കാത്തിരുന്ന് കാണാം. അപ്പോൾ ദാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.